إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. قال الله عز وجل في قرآنه الكريم: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقول النبي صلى الله عليه وسلم: يا معشر الشباب من استطاع منكم الباء فليتزوج فإنه أغض للبصر وأحسن للفرج. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായ നിക്കാഹിൻ്റെ സദസ്സിലാണ്. അൻസൽ ഹബീബും ഇർഫാന ഫൈസലും തമ്മിലുള്ള വിവാഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിക്കാഹാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വിവാഹ ജീവിതം ഇസ്ലാം വളരെ ഗൗരവത്തിലും പ്രാധാന്യത്തിലും പഠിപ്പിച്ച ഒന്നാണ്. വിവാഹേതര ബന്ധങ്ങൾ ശക്തമായി വിരോധിച്ച മതമാണ് ഇസ്ലാം. വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാതെയുള്ള ബ്രഹ്മചര്യവും ഇസ്ലാം വിരോധിച്ചതായി കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാൻ വേണ്ടി 3 ആളുകൾ വരികയുണ്ടായി. അവർ പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകൾ തോറും സഞ്ചരിച്ചു. അവരോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? അവർ പറഞ്ഞു, കാന ഖുൽഖുഹു വൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ്. ഈ 3 പേരിൽ ഒരാള് തീരുമാനിക്കുകയാണ്, ഖുർആനാണെങ്കിൽ വളരെ കുറച്ച് മാത്രം അല്ലേ ഉള്ളൂ ചെയ്യാൻ. അതുകൊണ്ട് 3 ആളുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടാതെ ആരാധനയിൽ മുഴുകി ജീവിക്കും. സ്ത്രീകളെ ഞാൻ ഒഴിവാക്കും, വിവാഹത്തിൽ ഏർപ്പെടില്ല. ഇങ്ങനെ പറഞ്ഞ ആളുകളെ തേടി പോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി ഇവരെ കണ്ടപ്പോ, അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ സുന്നത്താണ്. നിക്കാഹ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് താല്പര്യമില്ലാത്തവർ, വിയോജിപ്പ് കാണിക്കുന്നവർ എന്നിൽപ്പെട്ടവരല്ല. അപ്പോൾ വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. പ്രേമിച്ച് വിവാഹം കഴിക്കാറുണ്ട്. പ്രേമിച്ച് ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ, ശരീഅത്തിന്റെ വീക്ഷണത്തിൽ നിക്കാഹാവില്ല. നേരെ മറിച്ച് വിവാഹത്തിന് മര്യാദയുണ്ടാവണം, അച്ചടക്കമുണ്ടാവണം, ഒരു മാന്യതയുണ്ടാവണം. എന്താണ് ആ മാന്യത എന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുന്ന പിതാവാണ് രക്ഷാധികാരി. പിതാവ് മരണപ്പെട്ടു പോയാൽ പിതാവിന് അടുത്ത് നിൽക്കുന്നത് ആരാണോ അദ്ദേഹമാണ് രക്ഷാധികാരി. അദ്ദേഹം വരനായി വിവാഹം കഴിക്കാൻ വരുന്ന ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് അല്ലെങ്കിൽ ഞാൻ നിനക്ക് വിവാഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ആ വിവാഹത്തിന്റെ വലിയുടെ രക്ഷാധികാരിയുടെ സാന്നിധ്യം ഇസ്ലാമിക പ്രമാണങ്ങൾ ശക്തമായി നിർബന്ധമായി പറയുന്ന ഒരു ഘടകമാണ്.
അങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞു മീസാഖൻ ഖലീദ, ബലിഷ്ഠമായൊരു കരാറുണ്ട്. അത് മഹറാണ്. മഹറാണ് നിക്കാഹിന്റെ ആത്മാവ്. മഹർ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ച സ്വഹാബത്ത് അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മഹർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വ്യാപകമായി മഹർ കൊടുക്കുന്നത് സ്വർണമാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് 5 പവൻ 40 ഗ്രാം സ്വർണമാണ് അൻസൽ ഹബീബ് മഹറായി കൊടുക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വർണമാദ്യമായി മഹർ കൊടുത്ത സ്വഹാബിയുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഈ മഹർ നിശ്ചയിക്കേണ്ടത് ചെറുക്കനല്ല, വരനല്ല, വരന്റെ വാപ്പയല്ല, വരന്റെ ഉമ്മയല്ല, വരന്റെ സഹോദരിയല്ല. മഹർ നിശ്ചയിക്കാൻ അവകാശപ്പെട്ടത് വധുവാണ്, ഇണയാകാൻ പോകുന്ന സ്ത്രീയാണ്. അവൾ പറയണം, എനിക്ക് ഇത്ര മഹർ വേണം. ഖലീഫ ഉമറിന്റെ കാലഘട്ടം, മഹാനായ ഉമർ അൽ ഖത്താബിന്റെ കാലഘട്ടം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലത്ത് വലിയ വിവാദമുണ്ടായി. സഹോദരിമാരും മഹർ പരിധിയില്ലാതെ ചോദിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു, മഹറിന് പരിധി വെക്കണം സഹോദരിമാരെ. ആ സന്ദർഭത്തിൽ ഒരു സഹോദരി സ്വഹാബ വനിത എഴുന്നേറ്റ് പറയുന്നു, ഉമറെ, മഹറിന് ഖുർആൻ പരിധി വെച്ചില്ലെങ്കിൽ ഖലീഫയായ ഉമറിന് മഹറിന് പരിധി വെക്കാൻ അവകാശമില്ല. മഹറാണ് നിക്കാഹിന്റെ ആത്മാവ്, മഹറാണ് നിക്കാഹിന്റെ അടിസ്ഥാനം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ സ്ത്രീധന സമ്പ്രദായം എത്രയോ കുടുംബങ്ങളെ കടക്കണിയിലാക്കി വിവാഹം കഴിപ്പിക്കാനാവാതെ പാവപ്പെട്ട രക്ഷകർത്താക്കൾ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഓർക്കണം. ഫാത്തിമ ബീവിയുടെ നിക്കാഹിന്റെ സദസ്സിൽ, നിക്കാഹിന്റെ അവസരത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി, എന്റെ മകൾക്ക് എന്താണ് മഹർ കൊടുക്കുക? അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം, അതാണ് പാരമ്പര്യം. അറബുമാടിനെ വിലക്കെടുത്തു വാങ്ങുന്നത് പോലെ, അറബുമാടിനെ വിലപേശുന്നത് പോലെ സ്വന്തം മക്കളെ വിലപേശാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾ തയ്യാറാകാൻ പാടില്ല. നിങ്ങൾക്കറിയുമോ, വിവാഹ ബന്ധം നടക്കുന്ന 100 ബന്ധങ്ങളിൽ 20ഓളം ബന്ധങ്ങൾ ഡൈവേഴ്സായി വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. 100-ൽ 20ഉം തകർന്നു പോവുകയാണ്. അവിടെയുള്ള ദവറിയുടെയും സ്ത്രീധനത്തിന്റെയും കണക്കിൽ അവർ എത്രത്തോളം ലജ്ജയില്ലാതെ ചോദിച്ച് വാങ്ങിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ മക്കൾ വിൽപ്പന ചരക്കല്ല, ഇത് മനസ്സിലാക്കണം. അതോടൊപ്പം വിവാഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സാക്ഷികൾ ഉണ്ടാകണം. സാക്ഷികൾ ഉണ്ടാകണം. നിങ്ങളൊക്കെ സാക്ഷികളാണ്. ഈ വിവാഹത്തിന് നിങ്ങളൊക്കെ സാക്ഷികളാണ്. ഈ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. 2ൽ കുറയാത്ത സാക്ഷികൾ ഉണ്ടാവണം. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ വിവാഹത്തെ കുറിച്ച് പറയുമ്പോ, ഇണയെ കുറിച്ച് പറയുമ്പോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്തിനാണ് വിവാഹം? എന്തിനാണ് വിവാഹ ജീവിതം? മവദ്ദതൻ വറഹ്മ. നിങ്ങൾ ഈ 2 പദങ്ങളും ഒന്ന് പരിശോധിക്കണം. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമെന്ന, ഇഷ്ടമെന്ന. നമ്മൾ ഈ ലവ് എന്ന് പറയുന്നതിന്റെ അറബി പദമാണ് മവദ്ദ. അത് എപ്പോഴാണ് വേണ്ടത്? വിവാഹത്തിന് മുമ്പല്ല, അന്യ പെണ്ണുമായിട്ടല്ല, വിവാഹത്തിന് മുമ്പ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയായിട്ടല്ല, അയൽവക്കക്കാരിയായിട്ടല്ല. വിവാഹ ബന്ധത്തിന് ശേഷം ആ തന്റെ ഇണയോട്, തന്റെ ഭാര്യയോടാണ് മവദ്ദത്തുണ്ടാവേണ്ടത്, തന്റെ ഭാര്യയോടാണ് സ്നേഹം ഉണ്ടാവേണ്ടത്. പിന്നെ പറഞ്ഞു വറഹ്മ, കാരുണ്യം ഉണ്ടാവണം. ഭർത്താവിന്റെ അടിമയല്ല സ്ത്രീ, ഭർത്താവിന്റെ അടിമയല്ല സ്ത്രീ. അവൾ അടുക്കളക്കാരിയല്ല, അവൾ തൂപ്പുകാരിയല്ല, മറിച്ച് വീടിന്റെ നായികയാണ് സ്ത്രീ, വീടിന്റെ നായിക എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇഷ്ടവും സ്നേഹവുമുള്ള ഭാര്യയുടെ മുഖത്തടിച്ചിട്ട് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെക്കാൾ മ്ലേച്ഛനാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വില കൂടിയ കാറിൽ വെള്ളയും എടുത്ത് ഒരു മന്ത്രിയെ പോലെ, ഒരു MLA പോലെ, വലിയ പ്രമാണിയെ പോലെ ഇറങ്ങി വരുന്നവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയ്ക്ക് സ്വസ്ഥതയില്ലെങ്കിൽ അവൻ മ്ലേച്ഛനാണെന്നും നിങ്ങൾ ഏറ്റവും ഉത്തമൻ സ്വന്തം ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ദാമ്പത്തിക ജീവിതം തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സംശയരോഗമാണ്. ഭാര്യക്ക് ഭർത്താവിന്റെ ഫോൺ കൊടുക്കൂല, ഭർത്താവിന് ഭാര്യയുടെ ഫോൺ കൊടുക്കൂല, ഭർത്താവ് ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ ഒളിച്ചുമാത്തുള്ള സംസാരം,
ഭാര്യ ബെഡ്റൂമിൽ നിൽക്കുമ്പോ ഭർത്താവ് ഒളിച്ചും പാത്ത് സംസാരിക്കുന്നു. അവസാനം നോക്കുമ്പോഴോ ഈ ലോകത്ത് പുറത്തിറങ്ങാതെ സ്വന്തം ബെഡ്റൂമിൽ നിന്ന് അവിഹിത ബന്ധങ്ങളിലേക്കുള്ള വാതായനങ്ങൾ, പാതകൾ തുറക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസാരവും നമ്മുടെ ഇടപെടലും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ സ്വഭാവ രീതികളും മാന്യമാവണം. അവിഹിത ബന്ധത്തിന്റെ കഥകൾ പറഞ്ഞാൽ നിങ്ങളെക്കാൾ നാണക്കേട് നിങ്ങളുടെ ഉദരത്തിൽ ജനിച്ചു വളർന്ന മക്കൾക്കാണെന്ന തിരിച്ചറിവ് ഓരോ വാക്കും ഉണ്ടാവുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു കുടുംബ ജീവിതം, ഇസ്ലാം പഠിപ്പിച്ച കുടുംബ ജീവിതം നോക്കൂ. ആദമിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. അലൈഹിസ്സലാത്തു വസ്സലാം വഖലഖ മിൻഹാ സൗജഹാ, ആദമിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കി. ആദമിലൂടെ ഹവ്വയിലൂടെ ഈ കാണുന്ന ജനങ്ങൾ സഞ്ചയങ്ങളെ മുഴുവനും അല്ലാഹു സൃഷ്ടിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ കുടുംബ ബന്ധത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. അതുകൊണ്ട് നല്ല ഊഷ്മളമായ കുടുംബ ജീവിതം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ നിക്കാഹ് അല്ലാഹു സ്വീകരിക്കുന്നവന്റെ പക്കൽ കബൂലാക്കുന്ന നിക്കാഹാക്കി അല്ലാഹു മാറ്റട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ, മരണപ്പെട്ടു പോയവർ, ജീവിച്ചിരിക്കുന്നവർ, മരിച്ച ശേഷമല്ല ഉമ്മയെ ഓർക്കേണ്ടത്, മരിച്ച ശേഷമല്ല വാപ്പയെ ഓർക്കേണ്ടത്. ജീവിത കാലഘട്ടത്തിൽ അവരുടെ കണ്ണുനീര് വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിക്കാഹ് കഴിയുമ്പോ അല്ലാഹുവിനോട് നമുക്കൊരു ദുആ ഇറക്കാനുണ്ട്. എന്താണ്? ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനകുമാ ബിൽ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനകുമാ ബിൽ ഖൈർ എന്ന ദുആ ചൊല്ലി വേണം നിങ്ങൾ പിരിയാൻ. ഇൻഷാ അല്ലാഹ് ഈ നിക്കാഹ് കർമ്മമാണ് നടക്കുന്നത്. അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ ബന്ധം ഊഷ്മളമായി ദീർഘായുസ്സും ആഫിയത്തോടും കൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് ഈ നവദമ്പതികൾക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.